ഹായ് എവരി വൺ, അക്കരയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷമായി. ക്യാമറമാൻ അക്ബർ ഷാൻ ഔഷാദിനോടൊപ്പം സിദ്ദീഖ് സൈഫുദ്ദീനാണ്. സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, ഇടയ്ക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന് വെച്ച്. സോ ഞാൻ വിചാരിച്ചു, നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് നാളുകളായത് കൊണ്ട് തന്നെ ഒരുപാട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. സോ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ 2025 UK നമുക്കൊരു അഡ്മിഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്വയമായിട്ട് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഏജൻസിക്കാർ പറയുന്ന വാസ്തവമാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു വീഡിയോ കാണേണ്ട ഇതുണ്ടാവില്ല. ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ് നിങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഗൈസ്, നമ്മൾ മെയിൻ ആയിട്ട് UK അഡ്മിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്ന ഡോക്യുമെന്റേഷൻ ആണ്. 2, ഈ ഡോക്യുമെന്റ്സ് യൂണിവേഴ്സിറ്റിക്ക് അയക്കുന്നു. രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്ന ഓഫർ ലെറ്റർ ആണ്. ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്ന ക്യാഷ് ആണ്. ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നാലാമത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വിസ ഫയലിംഗ് ആണ്. വിസ ഫയൽ ചെയ്ത് വിസ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് എടുക്കുക, UK കയറി പോകുക എന്നുള്ളത്. ഇങ്ങനെയുള്ള 5 പ്രൊസീജിയറാണ് മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയർ. അതിൽ ഒന്നാമത്തെ പ്രൊസീജിയർ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം സ്പീഡപ്പ് ആയിട്ടായിരിക്കും പറയുന്നത്, എങ്കിലും മെയിൻ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല. ഈ ഡോക്യുമെന്റേഷനിൽ നമുക്ക് ഒരു സംശയം ഉണ്ടാവുന്നത് മെയിൻ സർട്ടിഫിക്കറ്റ്, അതായത് ബാച്ചിലേഴ്സ് പഠനശേഷം മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകാൻ ബാച്ചിലേഴ്സിന് മെയിൻ സർട്ടിഫിക്കറ്റിന് ആവശ്യമുണ്ടോ സംശയം തോന്നാം. മെയിൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഇല്ലാതെ തന്നെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റുകൾ, അതായത് എല്ലാ സെമ്മിന്റെയും മാർക്ക് ഷീറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റും. ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട് എങ്കിൽ അതിൽ സംശയം തോന്നുന്ന ഡോക്യുമെന്റ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നുണ്ടോ. രണ്ടാമത് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, IELTS UK നിർബന്ധമാണ്. ഈ 2025 IELTS ഇല്ലാതെ തന്നെ നമുക്ക് UK അഡ്മിഷൻ ചെയ്യാൻ പറ്റും. ചില സ്പെസിഫിക് പ്രോഗ്രാം ലൈക്ക് മെഡിക്കൽ മേഖലയിലുള്ള നഴ്സിംഗോ മറ്റ് പ്രോഗ്രാമുകൾ പഠിക്കണമെങ്കിൽ മാത്രമേ IELTS മാൻഡേറ്ററി ഉള്ളൂ. ഇല്ലാതെ തന്നെ MOI എന്ന് പറയും. MOI എന്താണ്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, CBSE തന്നെ ആയിരിക്കണമെന്നില്ല. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, ഇംഗ്ലീഷ് അറിയാമെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ്, നമ്മൾ അവസാനം പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് എഴുതി വാങ്ങിക്കുന്ന ഡോക്യുമെന്റിനെ വിളിക്കുന്നവരാണ് MOI. അടുത്തത് LOR, ലെറ്റർ ഓഫ് റെഫറൻസ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ലിസ്റ്റ് സ്റ്റാഫ് അയച്ചു തരും, അപ്പം നിങ്ങൾക്ക് അതിൽ സംശയം തോന്നാതിരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. LOR, ലെറ്റർ ഓഫ് റെഫറൻസ്, അതായത് ഞാൻ പഠിച്ചിരുന്നപ്പോൾ കിടിലുമായിരുന്നു, സംഭവമായിരുന്നു എന്ന് നമ്മൾ അവസാനം പഠിച്ച സ്ഥാപനം, എക്സാമ്പിൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു എക്സ്പീരിയൻസ് ആവാം, അവസാനം പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ആവാം. 2 റെഫറൻസ് ലെറ്റർ മാൻഡേറ്ററി ആവും, അത് വാങ്ങിക്കാം. പിന്നെ നമുക്ക് സംശയം തോന്നുന്ന ഒരു വാക്കാണ് SOP, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. ആ വാക്കിൽ തന്നെയുണ്ട് എന്ത് പർപ്പസിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്ത് പർപ്പസിന് UK ചൂസ് ചെയ്തു, എന്ത് പർപ്പസിന് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു, എന്ത് പർപ്പസിന് ആ കോഴ്സ് ചൂസ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് SOP, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. അത് നമുക്ക് ഗൂഗിളിന്റെയും മറ്റ് സഹായത്തോടു കൂടി എഴുതാൻ പറ്റും, ഇല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്വയമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ പോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ജസ്റ്റ് UK SOP എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പിൾ കാണാം. അതുപോലെ എടുത്ത് കൊടുക്കരുത്, അത് റിജക്ഷൻ വരും. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതി SOP സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് പറയേണ്ട ഡോക്യുമെന്റ്സ്. മറ്റുള്ള നിങ്ങൾക്ക് സംശയമില്ലാത്ത പാസ്പോർട്ട്, അക്കാഡമിക്സ്, നിങ്ങളുടെ ഒരു CV തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുക. CVയിൽ നിങ്ങൾ ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന അപ് ടു ഡേറ്റഡ് CV ആയിരിക്കണം. ഒരു യൂണിവേഴ്സിറ്റി നിങ്ങളുടെ CV നോക്കും, നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ, നിങ്ങളുടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ മെയിൽ ID, ഒരു മെയിൽ ID ത്രൂ ആണ് ഒരു യൂണിവേഴ്സിറ്റി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. സോ മെയിൽ ID പ്രോപ്പർ ആണോ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ അക്കാഡമിക്സ് എഴുതുമ്പോൾ എപ്പോഴും ലേറ്റസ്റ്റ് ഫസ്റ്റ് വയ്ക്കുക, അതായത് നിങ്ങളുടെ ഇയർ സഹിതം വയ്ക്കുക. 2018 മാസ്റ്റേഴ്സ് പഠിച്ചു, 2016 +2 പഠിച്ചു, അങ്ങനെ. അതിനുശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ക്ലിയർലി ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും പൂവും കായൊക്കെ ചേർത്ത് അത് ഫില്ല് ചെയ്യാൻ നോക്കുക. ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇപ്പം ഈ എക്സ്പീരിയൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു, കള്ളത്തരമാണെങ്കിൽ വൃത്തിയായിട്ട് കാണിക്കുക. കാര്യം ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് പേര് ചെയ്യുമെന്നറിയാം. ഞാൻ കള്ളത്തരം കാണിക്കാൻ നിങ്ങളുടെ ഇത് ചെയ്യല്ല, മോട്ടിവേറ്റ് ചെയ്യല്ല. മാക്സിമം പ്രോപ്പറായ എക്സ്പീരിയൻസ് വെക്കണം. ഈ 2025 മുമ്പ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന പഠിക്കുന്നതൊന്നൊരു സംഭവമല്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ എമിഗ്രേഷൻ കർശനമാക്കിയത് കൊണ്ട് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ നിങ്ങൾ ലാസ്റ്റ് വർക്ക് ചെയ്ത സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൽ പോകുന്നുണ്ട്. ലാസ്റ്റ് വർക്ക് ചെയ്ത സ്ഥലത്തേക്ക് മാത്രമേ മെയിൽ പോകത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പൊ ഗ്യാപ്പ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, അതാണ് മെയിൻ ഡോക്യുമെന്റേഷൻ. സോ ഗൈസ്, നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് ഓഫർ ലെറ്ററിന് വേണ്ടിയല്ല, അടുത്ത ക്യാഷ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. എന്താണ് ക്യാഷ്? കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ UK പോലെ ഒരു രാജ്യത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യണം. സോ നമ്മൾ സ്റ്റുഡന്റ് വിസയിൽ പോകുമ്പോൾ നമ്മളെ സ്പോൺസർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്.
അതായത് നമ്മൾ UK പഠിക്കാൻ പോകുന്നതിനുള്ള കൺഫർമേഷൻ യൂണിവേഴ്സിറ്റി സ്പോൺസർ ചെയ്തുകൊണ്ടുള്ള ലെറ്ററാണ് ക്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ക്യാസ് കിട്ടണമെങ്കിൽ ഓഫർ വന്ന ശേഷമുള്ള അടുത്ത പ്രൊസീജിയർ ക്യാസ് ആണ്. ക്യാസ് കിട്ടണമെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് 2 കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. ഒന്ന്, ഫിനാൻഷ്യലി വെൽത്തി ആണ് പ്രൂവ് ചെയ്യണം. 2, മെഡിക്കലി ഫിറ്റ് ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചേക്കാം. സോ ഓഫർ ലെറ്റർ വന്ന ശേഷം നമ്മൾ ഈ 2 കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന്, യൂണിവേഴ്സിറ്റി പറഞ്ഞ ഫീസ് അടയ്ക്കുക എന്നുള്ളത്. അതായത് ക്യാസ് കിട്ടാൻ വേണ്ടി എത്ര ശതമാനം ഫീസാണ് അവർ അടയ്ക്കാൻ പറയുന്നത്, ആ ഫീസ് അടയ്ക്കുക. 1. 2 വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി വെൽത്തി ആണ് പ്രൂവ് ചെയ്തിട്ടില്ല. 2, UK എമിഗ്രേഷന്റെയും യൂണിവേഴ്സിറ്റിയുടെ റൂൾ അനുസരിച്ച് നമ്മൾ എത്ര ഫീസ് അടച്ചോ അതിന്റെ റിമൈനിങ് ഫീസ് പ്ലസ് ലിവിംഗ് എക്സ്പെൻസ് അക്കൗണ്ടിൽ കാണിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതായത് UK എന്ന് പറയുന്നത് 6 സോണാണ് ഇന്നർ ലണ്ടൻ. ഓക്കെ, ഇന്നർ ലണ്ടനോട് ഔട്ടർ ലണ്ടനോട്. ഇന്നർ ലണ്ടൻ അകത്തൊരു യൂണിവേഴ്സിറ്റി ആണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 1433 പൗണ്ട് ഒരു മാസമാണ്. ഒരു മാസത്തേക്കുള്ള കോസ്റ്റ് ആണ് 1433. UK ഗവൺമെന്റ് റൂൾ അനുസരിച്ച് 9 മാസത്തേക്കുള്ള ലിവിംഗ് എക്സ്പെൻസ് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം. ഏകദേശം 13 ലക്ഷത്തി സംതിങ് രൂപ വരും. അത് നമ്മൾ ആ പൈസയും, ഇപ്പൊ എക്സാമ്പിൾ 18 ലക്ഷം രൂപയാണ് നമ്മളെ ഫീസ്, 18,000 പൗണ്ടാണ് നമ്മളെ ഫീസ് എങ്കിൽ 9,000 പൗണ്ട് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9,000 പൗണ്ട് ഫീസ് അടയ്ക്കുന്നു. റിമൈനിങ് ഫീസ് 9,000 പൗണ്ടും ലിവിംഗ് എക്സ്പെൻസ് എന്ന് ഞാൻ പറഞ്ഞ പൈസ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഫുൾ എമൗണ്ട് എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആയെന്നുള്ള ലോൺ ലെറ്റർ കാണിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ബ്ലോക്ക്ഡ് എമൗണ്ട് ആയിട്ട് അക്കൗണ്ടിൽ കാണിക്കുക. ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിവസം അക്കൗണ്ടിൽ ഉണ്ടെന്ന് കാണിച്ചാൽ പോരാ. ഈ പൈസ FD ആയിട്ട് ഒരു ബാങ്കിലിട്ട് 28 ദിവസത്തേക്ക് മിനിമം ഇടണം. 28 ദിവസത്തേക്ക് ഈ ഫണ്ട് അക്കൗണ്ടിൽ ഇട്ടു എന്ന് പ്രൂവ് ചെയ്യുന്ന ലെറ്റർ, ഈ ഫണ്ട് FD ആക്കിയ ശേഷം 28 ദിവസം കഴിഞ്ഞ് ബാങ്കിൽ പോയിട്ട് ഈ പൈസ 28 ദിവസമായിട്ട് ബാങ്കിൽ കിടക്കുക എന്നുള്ള FD ബ്ലോക്ക്ഡ് എമൗണ്ട് ലെറ്റർ വാങ്ങിക്കുക. സോ 2 പർപ്പസ് ഉണ്ട്. ഒന്നെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ ആയിരിക്കാം, ഇല്ലെങ്കിൽ 2 ലോൺ ലെറ്റർ ആയിരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലായി. എഡ്യൂക്കേഷൻ ലോൺ. അപ്പൊ ഈ ഡോക്യുമെന്റ് ഫീസ് അടച്ച റെസിപ്റ്റും ഉണ്ടെങ്കിൽ ഫിനാൻഷ്യലി വെൽത്തി ആണ് നമ്മൾ പ്രൂവ് ചെയ്ത്. 2, മെഡിക്കലി ഫിറ്റ് ആണ് പ്രൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞത് അതിനാണ് നമ്മൾ TB ടെസ്റ്റ് എടുക്കുന്നത്, ട്യൂബർകുലോസിന്റെ ടെസ്റ്റ് എടുക്കും. കേരളത്തിൽ 2 സ്ഥലത്തുണ്ട്. ഒന്ന് എറണാകുളം അമൃത, 2 ട്രിവാൻഡ്രം കിംസ്. ഇത് 2മാണ് UK ഗവൺമെന്റ് അംഗീകൃതമായ ഹോസ്പിറ്റൽസ്. അവിടെ പോയി TB ടെസ്റ്റ് എടുത്ത് ലെറ്റർ വേണം. സോ ഇത്രയും ഡോക്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓഫർ വന്ന ശേഷം ഫീസ് അടയ്ക്കുമ്പോൾ ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മെയിൽ വരും, ക്യാഷിനുള്ള മെയിൽ വരും. അതിൽ കയറി നമ്മൾ ഈ ഇത്രയും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്യാഷ് കിട്ടും. ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു, ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് വിസ ഫയലിംഗ് ആണ്. വിസ ഫയലിംഗ് വളരെ സിമ്പിൾ. നിങ്ങൾ ചെയ്യുന്ന ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. വിസ ഫയൽ ചെയ്യുന്നതൊക്കെ ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ എടുക്കേണ്ടി വരും. ഏജൻസിയാണ്, നിങ്ങൾ ഏജൻസിയിൽ അവർ ചെയ്തുതരും. എത്രമാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ ഉണ്ടാവണം. വിസ ഫയലിംഗ് എന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ടാണ്. VFS എന്ന് വെച്ചാൽ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇതൊരു എമിഗ്രേഷൻ ഓഫീസാണ്. അല്ല, VFS എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റെപ്പൽസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓഫീസാണ്. അതായത് UK ഡയറക്ടർ സ്റ്റാഫ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ എല്ലാ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് അവർ പറഞ്ഞ അനുസരിച്ച് നിങ്ങളെന്ന് കളക്ട് ചെയ്യുക, UK ഗവൺമെന്റിന് കൊടുക്കുക. ഇതാണ് VFS ചെയ്യുന്ന ഡ്യൂട്ടി. അല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഇന്റർവ്യൂ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ജസ്റ്റ് എ തേർഡ് പാർട്ടി ഓഫീസ് മാത്രമാണ് VFS. നിങ്ങൾ നിങ്ങളുടെ എല്ലാ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് അവിടെ കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് VFSലേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഒരു ഡേറ്റിന് നമുക്ക് അവിടെ പോകണ്ടേ. ആ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റിന് ഒരു ഫീസ് അടയ്ക്കുന്നുണ്ട്. ഏകദേശം 50,000 രൂപയോളം വരും. അതിനുശേഷം നമ്മളൊരു ഇൻഷുറൻസ് അടയ്ക്കണം. അതായത് UK ഗവൺമെന്റ് റൂൾ അനുസരിച്ച് പെർ ഇയർ ഏകദേശം 700 പൗണ്ടോളം വരുന്നത്, 700-780 പൗണ്ടോളം നമുക്ക് ഒരു വർഷം ഇൻഷുറൻസ് വരുന്നുണ്ട്. അതായത് നമ്മൾ UK ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴേ ഇൻഷുറൻസ് എമൗണ്ട് അടച്ചിട്ട് പോകണം. 780 പൗണ്ടോളം ആവറേജ് കൂട്ടാം. 2 വർഷം പ്രോഗ്രാം ആണെങ്കിൽ 750 × 2 ഏകദേശം 1,500 പൗണ്ടായി. ഇന്നത്തെ കണക്കനുസരിച്ച് 1.25 ലക്ഷം രൂപ കോസ്റ്റ് വരും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് അടയ്ക്കുക. 2 അപ്പോയിന്റ്മെന്റ് നമുക്കൊരു 50,000 രൂപ കോസ്റ്റ് ഉണ്ട്. അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് പ്രയോറിറ്റീസ് ഉണ്ട്. വിസ സർവീസസ് ഉണ്ട് VFS. അതായത് സ്റ്റാൻഡേർഡ്, പ്രയോറിറ്റി, സൂപ്പർ പ്രയോറിറ്റി. എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 വീക്ക് കൊണ്ട് നമുക്ക് 4 വീക്സ് കൊണ്ട് വിസ കിട്ടുന്നതാണ് സ്റ്റാൻഡേർഡ്. ഓക്കെ, പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് വിസ കിട്ടുന്നതാണ് പ്രയോറിറ്റി. സൂപ്പർ പ്രയോറിറ്റി എന്ന് വെച്ചാൽ 24 hours കൊണ്ട് വിസ കിട്ടുന്നതാണ്. പിന്നെ ഈ ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരെ അത് എമിഗ്രേഷന്റെ തീരുമാനം. ചിലപ്പോൾ പ്രയോറിറ്റി കൊടുത്ത് 6 മാസമായിട്ട് പാസ്പോർട്ടും കിട്ടാത്ത ആളുകൾ നമ്മുടെ ഇതിൽ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് എമിഗ്രേഷനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യും. സസ്പീഷ്യസ് ലിസ്റ്റിലാണെങ്കിൽ മാത്രമാണ് അത്രയും സമയം എടുക്കുന്നത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ പറഞ്ഞ കാലയളവിൽ തന്നെ VFS വിസ അപ്രൂവ് ചെയ്ത് നമുക്ക് തരും. നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ്മെന്റ് ഓൺലൈനായിട്ട് എടുത്തു, ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞ ദിവസം ഈ പറയുന്ന എല്ലാ ഡോക്യുമെന്റുമായിട്ട് നമ്മൾ VFS പോകുന്നു. അവിടെ ഒറിജിനൽ അല്ല കൊടുക്കുന്നത്, ജസ്റ്റ്
അതിൻ്റെ കോപ്പികളെല്ലാം അവർ പ്രിൻ്റ് ഔട്ട് എടുക്കും. ഒറിജിനൽ കൊടുക്കുന്ന ഒരേ ഒരു ഡോക്യുമെൻ്റാണ് പാസ്പോർട്ടാണ്. ആ പാസ്പോർട്ട് അവിടെ കൊടുക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. അതായത് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊരു വിസ റെഫ്യൂസൽ വന്നില്ല. അതായത് 2018 നമ്മൾ പോകുന്നതിന് മുമ്പൊക്കെ ആണെങ്കിൽ വിസ റെഫ്യൂസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് വന്ന് ഓപ്പൺ ആയി നോക്കുമ്പോൾ അതിൻ്റെ കൂടെ ലെറ്റർ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ സാങ്ഷൻ ആയാലും വിസ റെഫ്യൂസലാണെങ്കിലും ഒരു PDF മെയിൽ വരും. അതിനകത്ത് വ്യക്തമായ റീസൺ സഹിതം കാണും. അപ്പം വിസയാണ് കിട്ടുന്നതെങ്കിലും നമുക്ക് എന്താണ് നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചെന്ന് പറഞ്ഞ മെസ്സേജ് വരും. റെഫ്യൂസൽ ആണെങ്കിൽ റെഫ്യൂസൽ നോട്ടീസ് ആയതുള്ള PDF വരും. ഇതാണ് ബേസിക്. പാസ്പോർട്ടിൽ 3 മാസം വിസയായിരിക്കും കിട്ടുന്നത്. ആരും പാനിക് ആവേണ്ട. അത് UK നിങ്ങൾക്ക് അവിടെ ഇറങ്ങാനുള്ള ടൈമാണ് ഈ 3 മാസം എന്ന് പറഞ്ഞത്. അവിടെ ചെന്ന ശേഷം മുമ്പൊക്കെ ആണെങ്കിൽ ബയോമെട്രിക് കാർഡായിട്ടാണ് വിസ വരുന്നത്. ഇപ്പോഴത് ഈ വിസയാണ്. ഓൺലൈനായിട്ട് ഒരു മെയിൽ വരും. നിങ്ങൾക്ക് റിമൈനിങ് വിസ നിങ്ങളുടെ പാസ്പോർട്ടിലേക്ക് പാസ്പോർട്ടിൽ പ്രിന്റോ ആയി വരില്ല. 3 മാസത്തേക്കുള്ളത് കാണുന്നത് റിമൈനിങ് ഈ വിസ ആയിരിക്കും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർനെയിം നോക്കുക UK ഗവൺമെന്റ് അറിയാൻ പറ്റും. ഇതാണ് നോർമൽ UK വിസ പ്രൊസീജിയേഴ്സ്. ഇനി ഞാനൊരു എക്സ്പെൻസ് കൂടെ പറഞ്ഞുതരാം. നമ്മൾ UK പഠിക്കാൻ പോകണമെങ്കിൽ പലരും പറയുമെങ്കിലും ഒരു 3.5 ലക്ഷം രൂപ ക്യാഷ് നമ്മുടെ കയ്യിലാണ് നമുക്ക് UK പോയി പഠിക്കാൻ പറ്റും. ഇത് പലരും ഞാൻ പറയുമ്പോൾ തള്ളാന്ന് പറയാനാണ്. ഞാൻ എക്സാമ്പിൾ സഹിതം പറഞ്ഞത്. അതായത് നമുക്ക് ഒരിക്കലും എക്സ്പെൻസ് അത്രയും നല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ കയ്യിൽ ആ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് പോയി പഠിക്കാൻ പറ്റും. 3.5 ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ കൂടെ നമ്മൾ UK പോകുമ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഡോക്യുമെന്റേഷൻ, അതിന് നമുക്കൊരു എക്സ്പെൻസ് ഇല്ല. നമുക്ക് എക്സ്പെൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫീസ് അടച്ചു തുടങ്ങുന്ന സമയത്താണ്. സോ ഈ രണ്ടാമത്തെ പ്രൊസീജിയറിലാണ് നമുക്ക് എക്സ്പെൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫർ ലെറ്ററിൽ ഫസ്റ്റ് ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. ഫീസ് അടയ്ക്കുന്നത് എങ്ങനെ? UK യൂണിവേഴ്സിറ്റിയുടെ റൂൾ അനുസരിച്ച് അവർ പറഞ്ഞ ഫീസ് അടയ്ക്കുക. അവിടെ നമുക്ക് എക്സ്പെൻസ് ഇല്ല എന്ന് ഞാൻ പറയാൻ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഈസി ആയിട്ട് മീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളൊരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ക്യാഷ് അടച്ച്, ഞാനിത് പറയുന്ന ഒരു എളുപ്പ വഴിയാട്ടോ. അത് ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ഇല്ലെങ്കിലുള്ള കാര്യം ഞാൻ പറയുന്നത്. ഫിനാൻഷ്യലി നിങ്ങളിൽ അത്രയും ഫണ്ട് ഇല്ല എന്നുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു പ്രോപ്പർട്ടി വെക്കാം. ഇവർ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരുമ്പോൾ നേരെ ബാങ്കിൽ പോകാൻ സംസാരിക്കുക. ചെറിയ പ്രോപ്പർട്ടി ഉണ്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണാണ് ഏറ്റവും പലിശ കുറഞ്ഞ ഇതെന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ നിങ്ങൾക്ക് എടുക്കാം. 1. 2 നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നത് നമുക്ക് മെഡിക്കൽ എടുക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ TB ടെസ്റ്റ് ഇപ്പോഴും ഏകദേശം ഒരു 3000 രൂപയോളം കോസ്റ്റ് വേണം. അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ റിമൈനിങ് ഫീസ് ലിവിങ് എക്സ്പെൻസ്. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഫണ്ട് കാണിക്കാം, അല്ലെങ്കിൽ അതിന് അസിസ്റ്റൻസ് കൊടുക്കുന്ന ടീമുകളുണ്ട് നാട്ടിൽ പൊതുവെ പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർക്കൊരു ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ എന്താണ് ഒരു കമ്മീഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ പറഞ്ഞ രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അതിന് അസിസ്റ്റൻസ് തരുന്ന ടീമുകളുണ്ട്. അത് ചെയ്യാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു ഒരു 20 ലക്ഷം രൂപയിൽ ഇപ്പോൾ ഒരു 50,000 ഈ പറഞ്ഞ 75,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അതൊരു കോസ്റ്റ് വരുന്നു. മെഡിക്കൽ എടുത്ത കോസ്റ്റായി. അതിന് നിങ്ങളുടെ ക്യാഷ്, ഇത് ക്യാഷ് ആയിട്ടുള്ള ചിലവാണ് പറഞ്ഞോട്ടോ. തേർഡ് പാർട്ടി അസിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിലവ് വരും. മെഡിക്കലിലാണെങ്കിൽ മെഡിക്കലിനുള്ള എക്സ്പെൻസ് വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിസ ഫയലിംഗ് സമയത്താണ് അടുത്ത എക്സ്പെൻസ് വരുന്നത്. വിസ ഫയലിംഗ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ 50,000 രൂപ വിസ ഫയലിങ്ങിന് കോസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം ഒരു 2 ഇയർ പ്രോഗ്രാം ആണെങ്കിൽ ഇൻഷുറൻസ് അടയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1.5 ലക്ഷം രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഇതിന് ശേഷം നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ ഒരു ആവറേജ് കണക്കെടുത്താൽ UK ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്കൊരു 50,000 കൂട്ടാം. 35,000 മുതൽ 75,000 രൂപയുടെ ഇൻ ബിറ്റ്വീനാണ് കോസ്റ്റ് വരുന്നത്. ഒരു 50,000 കൂട്ടാം. പിന്നെ പോകുമ്പോൾ ഇപ്പോഴുള്ള പല കുട്ടികളും ചെയ്യുന്നത് നിങ്ങൾ ക്യാഷ് കൈ കരുതാതെ ഒരിക്കലും പോകരുത്. മിനിമം എൻ്റെ ഒരു കണക്കുള്ള ഒരു 1,500 പൗണ്ടെങ്കിലും നിങ്ങൾ കൈ കരുതുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി ഉടനെ തന്നെ ഒരു വീട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിന്റെ റെന്റും ഡെപ്പോസിറ്റും കൊടുക്കണം. ഇത് വലിയൊരു കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 400 പൗണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ 350 ആയിരിക്കും ചിലപ്പോൾ ഒരു ബെഡ് സ്പേസിന് നമുക്ക് വരുന്നത്. 350 രൂപ 400 രൂപ തന്നെ നമുക്ക് കൂട്ടാം. 400 പൗണ്ട് ആണെങ്കിൽ 400 × 400 800 പൗണ്ട് നമുക്ക് റെന്റ് ആൻഡ് ഡെപ്പോസിറ്റ് ചെന്ന് ഇറങ്ങി ഉടനെ കൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് ജോലി ആവണമെന്നില്ല, നിങ്ങൾ ആ സ്ഥലം ഒന്ന് പരിചയമായി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു 100 പൗണ്ട് ഫുഡ്, 100 പൗണ്ട് നമ്മുടെ എന്താ പറയുക ട്രാവലിംഗ് കോസ്റ്റ്. അപ്പോൾ 1000 പൗണ്ട് തീർന്നു. ഇതിന് ഒരു 500 പൗണ്ട് ഞാൻ പറഞ്ഞത് അടുത്ത മാസം സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് റെന്റ് കൊടുക്കണം. അതിന് 400 പൗണ്ട് പോയി. ഓക്കെ, പിന്നെ 100 പൗണ്ട് ഫുഡിന്റെ എക്സ്പെൻസ്. ഈ 2 മാസം കൊണ്ടാണ് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം പരിചയമായി ഒരു ജോലിയിൽ കയറി പറ്റാൻ പറ്റുന്നത്. 3-ാമത്തെ മാസം ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാവും, അതിന് റെന്റ് പോകും. ഈ ആളുകൾ ചെന്നുടനെ എനിക്ക് ഇന്ന് പോലെ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് ചിന്തിക്കുന്നതാണ് ഈ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ചിന്തിക്കരുത്. ഒരു രാജ്യമാണ്, പുതിയതായിട്ട് നമ്മൾ ആ രാജ്യത്ത് ഇറങ്ങുമ്പോൾ മിനിമം ഒരു 6 മാസമെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സ്പെൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു 3 മാസം മിനിമം നിങ്ങൾ അവിടെ നിന്ന് രാജ്യം മനസ്സിലാക്കി നിങ്ങളൊന്ന് സെറ്റിൽ ആവും. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിന്ന താമസം ഇഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ജോലി ഇഷ്ടപ്പെടില്ല. ഇതെല്ലാം സമയം ആദ്യം നിങ്ങൾ ഇറങ്ങും. നിങ്ങളൊരാൾ റെഫറൻസ് അല്ലെങ്കിൽ നല്ലൊരു ഏജൻസി അല്ല നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇവിടെ അറിയുന്ന ഒരാളല്ല നിങ്ങളെ കൊണ്ടുവന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം ഒരു 2 to 3 months എക്സ്പെൻസ് മിനിമം 1,500 പൗണ്ട്. ഇന്ന് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പൗണ്ട് മാറി കയ്യിൽ വെച്ചിട്ട് മാത്രമേ നിങ്ങൾ UK വരാം. ഓക്കെ, സോ ഇതാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്. വളരെ ഈസി ആയിട്ട് പറഞ്ഞു. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം,
ഈ പറഞ്ഞതുപോലെ എല്ലാ യൂണിവേഴ്സിറ്റീസും സ്കോളർഷിപ്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഏജൻസി ആണെങ്കിലും ചിലപ്പോൾ ഏജൻസിക്കാർക്ക് ടോട്ടൽ ഫീസിന്റെ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻ കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ അവരോട് എപ്പോഴും പറയാം നിങ്ങളുടെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആ യൂണിവേഴ്സിറ്റി ആ സ്കോളർഷിപ്പ് തരുന്നത്. സോ നിങ്ങൾ മാക്സിമം ആ യൂണിവേഴ്സിറ്റിയെ പറ്റി നിങ്ങൾ പഠിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഏജൻസി കൊണ്ടു കൊടുത്തിട്ട് അവരെല്ലാവരും നോക്കിക്കോണം എന്ന് പറയുന്നത് ഒരു നല്ല രീതിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് പഠിക്കാൻ നോക്കുക. അത് നോക്കിയ ശേഷം മാത്രം നമ്മൾ ഈ പറഞ്ഞ നമുക്ക് എത്ര രൂപകൾ എവിടെയെല്ലാം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏത് യൂണിവേഴ്സിറ്റി നിങ്ങൾ കൊടുക്കുന്നത്, യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ എവിടെയാണ്, ആ യൂണിവേഴ്സിറ്റി എത്ര രൂപ വരെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് പഠിക്കുക. എന്നിട്ട് അതിനെല്ലാം അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ കൺസേൺ ഏജൻസി അറിയിക്കുക. പറ്റുന്ന മാക്സിമം സ്കോളർഷിപ്പ് എടുക്കുക. 1 രൂപയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള UK അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്. ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഉണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം റെപ്പൽസ് കൊണ്ടാണ് ഓവർസീസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഇത്രയും വലുതായിട്ട് അൽഹംദുലില്ലാഹ് ഗ്രോ ചെയ്യാൻ പറ്റിയത്. സോ അതുകൊണ്ട് IT-യും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്നെങ്കിലും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഞാൻ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മളൊരാൾ പുറത്ത് വെച്ച് അക്കരക്കരയിലെ ചേട്ടനല്ലേ എന്ന് ചോദിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇനി പേജ് ആക്റ്റീവ് ആക്കി നിർത്താൻ നോക്കും. എല്ലാവരുടെ സപ്പോർട്ടും ആവശ്യമാണ്. UK-ലേക്ക് നിങ്ങളുടെ പോകാൻ നിൽക്കുന്ന സുഹൃത്തിനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവനൊന്ന് കാണട്ടെ. കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാതെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പഠിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.